നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ബാലേന്ദ്രൻ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവൾക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല വൈജയ്ക്ക്. അവള് വലിയ ആളാന്ന അവളുടെ വിചാരം. ഇത് കേട്ടേച്ചിപ്പം സൗദാമിനിയമ്മ ഇങ്ങനെ വല്ലാത്തൊരു സങ്കടത്തോടുകൂടി ബാലേന്ദ്രനെ നോക്കണം. അത് മാത്രമല്ല, അവളെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പോകാൻ പോവാ ഡിവോഴ്സിന് വേണ്ടിയിട്ട്. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ എനിക്ക് വക്കീൽ നോട്ടീസും വരും. കുടുംബ കോടതിയിൽ വെച്ച് കാണാന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് വല്ലതും അമ്മ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സൗദാമിനിയമ്മ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, അമ്മയോട് ഇത് ആരും ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അവൾക്ക് കയ്യും കാലും ഇല്ലെങ്കിലും അവള് കിടന്ന കിടപ്പിൽ ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാന്ന് പറ. ആ സമയത്താണ് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു, അല്ല ബാല, നീ ഇതെവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ അമ്മയോട് ഓരോന്ന് സംസാരിക്കുമായിരുന്നു. ശിവേട്ടനൊന്നും അമ്മയോട് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല, വൈജി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതൊന്നും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനതൊക്കെ അമ്മയോട് പറയായിരുന്നു. അല്ല, അമ്മ അതറിഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കണമല്ലോ. കർമ്മബലം എന്നുണ്ട്, അത് അനുഭവിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ബാലേന്ദ്ര, നീ അങ്ങോട്ടേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ശിവശങ്കരൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ ചെറിയ സൗദാമിനിയമ്മയോട് പറഞ്ഞു, അതെ, ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ. ഒന്നുമല്ലെങ്കിൽ സ്വന്തം അമ്മയെ പോലെ കുറേ കാലം അവിടെ ഞാൻ നോക്കിയതല്ലേ. അപ്പം അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതങ്ങോട്ട് വിട്ട് കളഞ്ഞേരക്ക് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം സൗദാമിനിയമ്മയ്ക്ക് അവിടെ ഇരുന്ന് കരയാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബാലേന്ദ്രൻ ശിവന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ ഹരിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഹരിയെ കണ്ടു, അവന് വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓ, അപ്പം ഹരിക്ക് ജയിലങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല, അവിടെ സുഖമാണെന്നാണോ പറയണേ? അങ്ങനെയല്ല ബാലേന്ദ്രൻ ഞാൻ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, രോഹിത്തിനെ എനിക്കൊന്ന് പോയി കാണണം എന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ശിവശങ്കരൻ ചോദിച്ചു, അല്ല, രോഹിത്തിനെ ഇറക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബാലേന്ദ്ര? എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല. എനിക്ക് ഈ പറയുന്ന വലിയ പോലീസുകാരെ വലിയ പിടിപാടുമില്ല, അവരുമായിട്ട് വലിയ അടുപ്പം കാര്യങ്ങളൊന്നുമില്ല. വക്കീലന്മാരോടും അതെ. കാരണം വല്ല ലീഗൽ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഗോവർദ്ധനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അമ്മാതിരി ആൾക്കാരൊന്നും എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് അതിജീവിതയുടെ മൊഴിയായിരിക്കണമെന്ന് പറഞ്ഞു. ആ മൊഴി കൊടുക്കുന്ന അനുസരിച്ചിരിക്കും അവർക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാനും പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ മന്ത്രിതലപ്പത്തുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ സമുദായത്തിൻ്റെ ഉയർന്ന നേതാക്കന്മാരെ, അവരാരെയെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന അങ്ങനെ ആരെയും പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചില രാഷ്ട്രീയക്കാരുടെ അതുപോലെ തന്നെ നേതാക്കന്മാരുടെ കേസുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊന്നും ഈ അതിജീവിതയുടെ മൊഴിയൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയാ, അവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ പറയുന്ന അതിജീവിതയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കും. അതും പോരെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? അവർ വീട്ടിൽ ചെന്ന് കൂടിയാലോചിക്കും. അതും പറ്റില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോലീസുകാരെ ആയിരിക്കും ഇതിനു വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കുന്നത്. അവർ കേസ് അട്ടിമറിക്കാൻ നോക്കും. അതോടൊപ്പം തന്നെ ചില പ്രത്യേക കോടതികളിൽ ഒക്കെ ഈ കേസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ജഡ്ജി ലീവ് എടുത്തു പോകും, കേസ് നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഒടുവിൽ അവർ തടി ഊരി പോരുകയും ചെയ്യും. അതാണ് നടക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അപ്പം അവർക്കൊക്കെ എന്തോ ആവാല്ലേന്ന് ചോദിച്ചു. അത് ബാലേന്ദ്ര, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു ഈ ലോകത്ത് നടക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ബാധിക്കണ സമയത്ത് എതിർഭാവം വക്കീൽ അതിനേക്കാൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല ബാലേന്ദ്രൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, ഈ അലീനെ ഇടയ്ക്കിടയ്ക്ക് ശരണി എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ അവളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ? എന്താ കമലടുത്ത് ഉദ്ദേശിക്കുന്നത്? അല്ല, ആ ശരണി എന്ന് പറയുന്ന പെൺകുട്ടി ഒന്ന് സ്വാധീനിക്കുവാണെങ്കിൽ ഹരിക്കും രോഗത്തിനൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചു. കൊള്ളാം, അതൊന്നും നടക്കുന്ന കാര്യമില്ല കമലടുത്തി. അലീനെ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട, അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓ, അതിനവള് നമ്മുടെ കുടുംബത്തിലെ അംഗമല്ലേ, അപ്പം പിന്നെ അവൾക്ക് എന്താ നമ്മളോടൊപ്പം നിന്നാ കുഴപ്പം? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലെ ഏത് കടപ്പാട്ടൂർ കുടുംബത്തിലെയാണോ അതോ കൊല്ലപ്പള്ളിയിലെയാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര, ഇപ്പം അതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ? പെട്ടെന്ന് ശിവശങ്കരൻ റൂട്ട് മാറ്റുവാണ്. അതിനുള്ള സമയമൊന്നുമല്ല, ഇപ്പം അവരെ എങ്ങനെ പുറത്തിറക്കാം എന്നതിനെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു,
എന്താണെങ്കിലും അലീനെ സ്വാധീനിച്ചൊന്നും പറ്റില്ല. ഞാനായിട്ട് അവളോടൊന്നും പറയത്തില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ശിവേണ്ണൊക്കെ നേരിട്ട് തന്നെ ആ ശരണ്യയുടെ വീട്ടിലേക്കല്ല അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, അല്ല ഞാൻ നോക്കിയിട്ട് ഈ 3-4 പേരകത്ത് കിടന്നുകൊണ്ട് അവരുടെ കുടുംബത്തിന് ഗുണം കിട്ടാൻ പോകുന്നില്ല. കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ അത് അവർക്ക് നല്ല കാര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഈ കേസിൽ നിന്ന് അവർ ഊരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ നേരിട്ട് ബാലേന്ദ്രൻ ആ കുടുംബത്തോട് പോയി സംസാരിച്ചാൽ മതി, എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമൽ പറഞ്ഞു, അല്ല ബാലേന്ദ്ര ചായ കുടിച്ചില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ചായ. അതെന്താ ബാലേന്ദ്ര ഇവിടുത്തെ ചായ വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ചായ വേണ്ടാത്തോണ്ടാ. ഓ, അലീനയുടെ ചായ മാത്രം പിടിക്കത്തുള്ളായിരിക്കും അല്ലേ? അലീനയുടെ മാത്രമല്ല, കൃഷ്ണമോള് നന്നായിട്ട് ചായ ഇടും, ആ ചായ ഞാൻ കുടിക്കുന്നതാന്ന് പറഞ്ഞു. പിന്നീട് ശിവശങ്കരനോട് ചോദിച്ചു, അല്ല മനു എന്തെന്ന് ചോദിച്ചു. അവളെ മോളത്തെ മുറി കാണുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന് അവിടേക്ക് കയറി പോവുകയാണ്. ഇതേ സമയത്ത് മണിശങ്കർ തന്നെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ബാലേന്ദ്രൻ വരുന്നത്. ആ സമയത്ത് അവൻ പറഞ്ഞു, അത് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, വെക്കുവാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പം എപ്പോഴും നീ കംപ്ലീറ്റ് സമയം മുറിക്കാത്ത തന്നെയാണെന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ അങ്കിളെ? അല്ല ഇവിടെ നിന്നാണോ ജോലി ചെയ്യുന്നത്? 2 ആഴ്ചയായിട്ട് അതേന്ന് പറഞ്ഞു. അല്ല ഇവിടെ എങ്ങനെ സെറ്റായോ? എന്ത് ചെയ്യാനാ, അച്ഛനും കൊച്ചനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു പറഞ്ഞു. നിനക്ക് പിന്നെ അങ്ങനെയൊക്കെ ആശ്വസിക്കുക, എൻ്റെ അവസ്ഥയോ നിന്നെപ്പോലെ തന്നെയാടാ ഞാനും. എനിക്കാണെങ്കിലോ എൻ്റെ വിഷമം പറയാൻ ആരും ഇല്ലയെന്ന് പറഞ്ഞു. എല്ലാം ഒറ്റയ്ക്ക് താങ്ങണമെന്ന് പറഞ്ഞു. അല്ല അലീന ഇല്ലേന്ന് ചോദിച്ചു. എടാ അവളൊരു പെൺകുട്ടിയല്ലേന്ന് ചോദിച്ചു. എന്നാലും അലീനയോട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാനാന്ന് പറ, അവളോട് അങ്ങനെ നമുക്ക് അധികമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല രോഹിത്തിനെ കാണാൻ പോയായിരുന്നെന്ന് ചോദിച്ചു. ഇല്ല പോയില്ല, പോണം, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരിക്കുന്നത്. പെർമിഷൻ എടുത്തോന്ന് ചോദിച്ചു. ഗോവർദ്ധനും പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്കിളെ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. നീ വരുന്നുണ്ടോ? അതെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. എന്നാൽ പോരാ, അങ്കിള് തന്നെയല്ലേ ഉള്ളൂന്ന് ചോദിച്ചു. ഞാൻ തന്നെയല്ല, അലീന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവളും ഉണ്ടോ? അല്ലെങ്കിലും അവൾ എവിടെയാണെന്ന് പോയിക്കൊള്ളൂല. അവൾ ജയിലെങ്കിൽ ജയില്, കോടതിയെങ്കിൽ കോടതി, അവൾക്ക് ഒന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്ന് മനു പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, അവളൊരു പ്രത്യേകതയടാ. കാരണം അവളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അവൾക്ക് ഒരിടത്തും കയറി ചെല്ലാനും ഒന്നിനും ഒരു മടിയില്ല. അവളുടെ കയ്യിൽ ആകെപ്പാടെയുള്ള ഇച്ചിരി കരുണ, ദയ, സഹാനുഭൂതിയൊക്കെയാ. അതൊന്നും ആർക്കും കട്ടുകൊണ്ട് പോകാനും പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മനു പറഞ്ഞു, എന്നാലും അവൾ ആ കോളനിയിലേക്ക് പോയത് എനിക്ക് ഒട്ടും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അവൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു. എടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് അവളുടേതായ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളെ താർക്കാൻ എത്ര പെട്ടെന്നൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയന്ന് പോയായിരുന്നു അവൾ ആ കോളനിയിലേക്ക് പോയെന്ന് സംഭവിച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. മനു പറഞ്ഞു, അതാ എനിക്കൊരു പേടി, ഇനി അങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് എങ്ങനെ അറിഞ്ഞു അങ്കളെ? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. എന്നാലും അവൾ അങ്ങ് പോകുന്നതോടെ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഞാനും വരാം അങ്കളെ, കാറിൻ്റെ അടുത്ത് വരേന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനെ കൊണ്ടുപോയി മണിശങ്കർ യാത്രയാക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ വീണ്ടും കുറച്ചപ്പുറത്ത് പറയൊരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിനകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ അതിജീവിതയുടെ വീട് എവിടെയാന്ന് ചോദിച്ചു. അല്ല പ്രഭാകരൻ്റെ വീടാണോ ഉദ്ദേശിക്കുന്നത്? ഈയിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ. അത് തന്നെ, ഇത് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒടുവിൽ ആ കാറ് ശരണ്യയുടെ വീണ്ടും മുറ്റത്തിൻ്റെ അവിടെയായിട്ട് വന്ന് നിൽക്കുകയാണ്. അതിനകത്തുനിന്ന് കുറച്ച് പേരങ്ങോട്ട് ഇറങ്ങുവാണ്. ആണുങ്ങളും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അച്ഛനും സഹോദരന്മാരും കൂടെ ഇറങ്ങിച്ചെന്നു. ഈ സമയത്ത് അവർ പറഞ്ഞു, അതെ ഞങ്ങൾ സമുദായ സംഘടനയിൽ നിന്ന് വരുവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ നോക്കി. പിന്നീട് പറഞ്ഞു, അതെ ഞങ്ങൾ KSWൻ്റെ ചെയർമാനാണ് ഞാൻ, അറിയാവോ, TV-യിലും പത്രത്തിലൊക്കെ എൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താണെങ്കിലും അതിജീവിതയ്ക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞിടയ്ക്കൊരു മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താണ്, നമ്മളൊരു പ്രക്ഷോഭം നടത്താൻ പോവുക. പോലീസുകാരുടെ അനാസ്ഥയ്ക്കെതിരെ, അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മമാർക്ക് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഫണ്ട് പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെന്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനും ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല അതിജീവിതം എവിടെയാന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പേര് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാതൊരവസ്ഥ. ശരണ്യ ഇവരെ നോക്കുകയാണ്. ശരണ്യയ്ക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശരണ്യയുടെ അച്ഛൻ ശരണ്യയുടെ അടുത്തിരുന്ന് കയ്യിലേക്കും കൂടി പിടിക്കുക. ശരണ്യയുടെ കൈ വിറയ്ക്കുന്ന അച്ഛൻ അറിയുന്നുണ്ടായിരുന്നു. ഇരിക്കും സാറേ എന്ന് പറഞ്ഞു KSWയുടെ ചെയർമാൻ.
ചെയർമാനോട്. അയാൾ അങ്ങനെ അവിടെ ഇരുന്നു. പിന്നീട് ശരണ്യോട് പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ മാർച്ചും ധർണയൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും കേട്ടിട്ടൊന്നും മിണ്ടാതെ കിടക്കുവാണ്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ശോഭേ അവൾ സംസാരിക്കണില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ശോഭ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ശോഭ പറഞ്ഞു, മോള് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ചോദിച്ചു, അല്ല എത്ര പേരുണ്ടായിരുന്നു അവരെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണി ഇങ്ങനെ നോക്കുകയാണ്. ശരണ്യയുടെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു 4 പേരായിരുന്നു പറഞ്ഞു. അല്ല മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. മോള് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, അവർക്ക് എന്താണ് പരമാവധി ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, ഒരുത്തം പോലും പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചെയർമാൻ പറഞ്ഞു, അത് മാത്രമല്ല അവർ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും, പണമായിട്ടും ഭീഷണിയൊക്കെ ആയിട്ടും. അതിലൊന്നും ഒരിക്കലും പെട്ടുപോരെന്ന് പറഞ്ഞു. പിന്നെ മോളുടെ പേരിൽ ഞങ്ങൾ എന്താണ് ഫണ്ട് പിരിവ് തുടങ്ങാൻ തീരുമാനിച്ചു. മോളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് തരുവാണെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം ആ അക്കൗണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെല്ലാം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു. ആൾക്കാർ ജനങ്ങളിലേക്ക് ഇത് എത്തൂലോ. അങ്ങനെ ഞങ്ങൾ എന്താണെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മോള് പേടിക്കൊക്കെ ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് ഇറങ്ങി പോവാണ്. ശരണി ആകെപ്പാടെ പ്രതീക്ഷയറ്റ മട്ടിൽ അവിടെ കിടക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.